അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ ഉടൻ നടക്കാനിരിക്കുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ കോഴ്സ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിച്ച റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ്, ലൈവ് ഇന്ററാക്ഷൻസ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവയടങ്ങിയ ഈ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും സമൃദ്ധിയുടെ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പൊ നമ്മളുടെ ലാസ്റ്റ് ക്ലാസ് ആണ് കാൽക്കുലസിന്റെ. നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം എന്താണ്, നമുക്ക് മോഡുലസ് ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ ആണ് ആദ്യം നോക്കാനുള്ളത്. ഇന്റഗ്രേഷൻ ഓഫ് മോഡുലസ് ഫംഗ്ഷൻ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ട്രിക്ക് ഒക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ എങ്ങനെയാണ് മോഡുലസ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാണെങ്കിൽ ഇപ്പം ഇന്റഗ്രൽ ഓഫ് 1 to 8 would x minus 4 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതി. ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് മോഡുലസ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? നമ്മൾ മോഡ് എക്സ് ഫംഗ്ഷനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? മോഡ് എക്സിന് 2 വാല്യൂ ആണ് വരുന്നത്. ഒന്ന് അത് എക്സ് ആയിരിക്കും എപ്പോ then x is greater than 0, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും -x ആയിരിക്കും then x is less than 0. ഓക്കെ, അപ്പം ഈ ഒരു ഡെഫിനേഷനിൽ കൺഫ്യൂഷൻ ഉള്ളവരൊന്ന് ഓർത്താൽ മതി. ഞാനിപ്പം എന്താണ് മോഡ് 2 എടുക്കുകയാണെന്ന് വിചാരിക്കും. മോഡ് 2 is equal to 2 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം എന്താണ്, 2 is greater than 0 ആണ്. പക്ഷെ മോഡ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 2 തന്നെയാ കിട്ടുന്നത്. അതെങ്ങനെയാണ്? -2 എന്ന് പറയുന്നത് is less than 0. അപ്പൊ തന്നിരിക്കുന്ന എക്സിന്റെ മൈനസ് എടുക്കണം. അപ്പൊ -2നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു മൈനസ് എടുത്തു. അങ്ങനെയാണ് 2 കിട്ടിയത്. സോ ഇങ്ങനെയാണ് നമ്മൾ മോഡ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക, എന്താണ്? x-4 ആണ്. മോഡ് ഓഫ് x-4 ആണ് വരുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് ഓഫ് x-4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു x-4 എപ്പോ? when x-4 is greater than 0. x-4 0-നേക്കാൾ കൂടുതലാവുമ്പോൾ അത് x-4 ആണ്. അപ്പൊ x-4 is greater than 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 4നെ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x greater than 4. അപ്പൊ x 4-ൽ കൂടുതലാകുമ്പോൾ അതിന്റെ വാല്യൂ x-4 ആണ്. അല്ലെങ്കിൽ എന്ത് വരും? മൈനസ് ഓഫ് x-4 വരും എപ്പോ? when x-4 is less than 0. അപ്പൊ x-4 ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ മൈനസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെസ് ദാന്റെ അപ്പുറത്തേക്ക് എടുക്കാം അല്ലെ? അപ്പം x ലെസ് ദാൻ 4. അപ്പൊ x 4-ൽ താഴെ ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ മൈനസ് ഓഫ് x-4 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1 to 8 എന്ന് പറയുന്ന ഇന്റർവെല്ലിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇന്റഗ്രൽ ഓഫ് 1 to 8 മോഡ് ഓഫ് x-4 dx എന്ന് പറയുന്നതിനെ എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് 1 തൊട്ട് 4 വരെ. അതായത് 4-ൽ താഴെ ആകുമ്പോ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങനെയാ വരിക? മൈനസ് ഓഫ് x-4 ആണ് വരിക. അപ്പൊ മൈനസ് ഓഫ് x-4 dx പ്ലസ് 4 മുതൽ 8 വരെ ആവുമ്പോൾ ഫംഗ്ഷൻ അല്ലെ 4ന്റെ മുകളിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു x-4 dx. ഇനി ഒന്നുമില്ല, നമ്മൾ നോർമലി ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് മൊത്തത്തിലുണ്ട്. ദെൻ എന്താ വരാം? എക്സിന് x²/2, -4ന് -4x, 1 to 4. അതേപോലെ തന്നെ സെയിം x²/2 -4x, 4 to 8 വരും. എത്രയാണ് ആൻസർ വരുന്നത്? ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് 4 ഇടുക, ദെൻ 1 ഇടുക. അപ്പൊ മൈനസ് ഓഫ് 4²/2 വരും. 4² is equal to 16. 16/2 is 8. മൈനസ് 4 into 4 60 അല്ലെ? മൈനസ് എന്ത് വരും? മൈനസ് 1 ഇട്ട് കൊടുക്കാൻ നേരത്ത് 1/2. 1/2 -4 പ്ലസ് ഇവിടെ എന്താ വരുന്നത്? പ്ലസ് 8². 8 8 64. 64/2
2. 64 by 2 is equal to 32 വരും. 32 minus 8, 4 8s are 32. അപ്പൊ 32 minus 32 0 വരും. Minus 4 square by 2 അല്ലെ 16 by 2 is equal to this is അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ ഉടൻ നടക്കാനിരിക്കുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ കോഴ്സ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിച്ച റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ്, ലൈവ് ഇന്ററാക്ഷൻസ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവയടങ്ങിയ ഈ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും സമൃദ്ധിയുടെ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. 0 ആണ്. Then 0 minus 0 minus എന്ത് വരും? 4 square is 16. 16 by 2 is 8. 8 minus 8 minus 16 എന്ന് വരും. സോ എന്താണ് ഫൈനൽ ആൻസർ വരുന്നത്? ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു ഇവിടെ മൈനസ് ഓഫ് ഇവിടെ ഒരു 8 minus 16 minus 8 വരും. ഇവിടെ മൈനസ് 1 by 2 minus 4 is 7 by 2 വരും അല്ലെ. 4 2s are 8. Minus 8 plus 1 is 7. 7 by 2 എന്ന് വരും അല്ലെ. Minus 7 by 2 plus 7 by 4 plus ഒരു 8 വരും. അപ്പൊ ഫൈനൽ ആൻസർ എന്ത് വന്നു? Which is equal to 16 minus 7 by 2 എന്ന് വന്നു. That is equal to 25 by 2 എന്ന് വന്നു. 16 into 2 is 32. 32 minus 7 by 2, 25 by 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇപ്പൊ മോഡുലസ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യണം? ഫംഗ്ഷന്റെ വാല്യൂവിനെ നമ്മൾ ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക, എന്നിട്ട് ഫംഗ്ഷന്റെ വാല്യൂവിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ബേസിക്കലി നമ്മളുടെ എക്സാംസിന് ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡുലസ് ഫംഗ്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പൊ ഇങ്ങനെയാണ് മോഡുലസ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട്. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയാതെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ട്രിക്ക് വർക്ക് ആവണമെന്ന് നോക്കണം. ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കണം: ഇന്റഗ്രൽ a to b മോഡ് ഓഫ് x മൈനസ് c. ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവേണ്ടത്. ഇനി ഈ c എന്ന് പറയുന്ന വാല്യൂ എയുടെയും ബിയുടെയും ഇടയിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ട്രിക്ക് വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എപ്പോ എന്ത് മോഡുലസിന്റെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇനി ഈ പറയുന്ന രീതിയിലാണ് ഇപ്പൊ ഇതേപോലെ 1 to 8 x minus 4 എന്ന് പറയുന്ന മോഡലാണ് മോസ്റ്റ്ലി മിക്കപ്പോഴും എക്സാമിന് വരിക. അപ്പൊ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതായത് സി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയിലുള്ള ഇന്റർവെല്ലിലാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഈ അപ്പർ ലിമിറ്റ് ബി എടുക്കാം. ബിനെ നമ്മൾ എന്ത് ചെയ്യണം? സി കുറയ്ക്കാം. ബി മൈനസ് സി, ബിയുടെയും സിയുടെയും ഡിഫറൻസ് കാണാം, സ്ക്വയർ ചെയ്യാം. അതുപോലെ തന്നെ സിയുടെയും എയുടെയും ഡിഫറൻസ് കാണാം. നമുക്കറിയാം, നോക്കിക്കേ, ബി ആണ് സിനേലും കൂടുതൽ. അപ്പൊ ബിയുടെയും സിയുടെയും ഡിഫറൻസ് അല്ലെ, ബിയുടെയും സിയുടെയും ഡിഫറൻസ് കണ്ടു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? സിയുടെയും എയുടെയും ഡിഫറൻസ് കാണാം. എന്താണ്? സി മൈനസ് എ ഡിഫറൻസ് കണ്ടു, സ്ക്വയർ ചെയ്തു ബൈ. അപ്പൊ അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സെയിം ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിരുന്നു അല്ലെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആൻസർ കിട്ടിയത് 25 by 2 എന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഇസ് ഇന്റഗ്രൽ 1 to 8 മോഡ് ഓഫ് x minus 4 dx എന്നായിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം 4 എന്ന് പറയുന്നത് 1ന്റെയും 8ന്റെയും ഇടയിലാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 8 minus 4 ചെയ്തു, സ്ക്വയർ ചെയ്തു, പ്ലസ് എന്ത് ചെയ്യണം? 4 minus 1 സ്ക്വയർ by 2. അപ്പം 8 minus 4 എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ by 2 that is equal to 16 plus 9 by 2 that is 25 by 2. ഒറ്റയടിക്ക് ആൻസർ കിട്ടി. യൂഷ്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മോഡ് ഫംഗ്ഷൻസിന് തരാറ് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസിന്. പിന്നെ എന്താണ്, കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് എക്സാംസ് വരുമ്പോഴാണ് മോഡ് ഫംഗ്ഷൻസിന്റെ കോമ്പറ്റീറ്റീവ് ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെയാണ് തരേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം?
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമിലർ അല്ല, കുറച്ചൊരു ഡിഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്റഗ്രൽ -3 to 4 മോഡ് ഓഫ് x plus 2. ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ ട്രിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ട്രിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഫോർമാറ്റ് എങ്ങനെയായിരുന്നു. ഇന്റഗ്രൽ -3 to 4 നോക്കാം. മോഡ് ഓഫ് x മൈനസ് സി എന്നായിരുന്നു. അപ്പം x -2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ട്രിക്ക് വർക്ക് ആവും. അപ്പോ നമുക്കറിയാം അല്ലെ, -3ന്റെയും -4ന്റെയും ഇടയിലാണ് -2 വരുന്നത്. സോ നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്ത് ചെയ്യണം? 4 - -2 the whole square plus -2 -3 വരും. -2 plus 3 divided by 2 the whole square എന്ന് വരും. That is equal to എന്ത് വരും? 4 - -2 എന്ന് പറയുമ്പോൾ 4 plus 2 6. 6 ന്റെ square is 36. Plus -2 plus 1 plus 3 എന്ന് പറയുമ്പോൾ 1 ആണ്. 1 ന്റെ square is 1 by 2. That is equal to 37 by 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേഷന്റെ ബാക്കിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമുക്ക് ഇവാലുവേഷൻ ഓഫ് ഏരിയ എന്ന് പറയുന്ന ടോപ്പിക് ബാക്കിയുണ്ട്. ഇവാലുവേഷൻ ഓഫ് ഏരിയ, എങ്ങനെയാണ് ഏരിയ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇവാലുവേഷൻ ഓഫ് ഏരിയ നമുക്കറിയാം ഇന്റഗ്രേഷന്റെ ഒരു ഇതാണ് അല്ലെ. ഇന്റഗ്രേഷൻ വെച്ച് നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനൊരു കർവ് ഉണ്ടെന്ന് വിചാരിക്കുക. സി ഇങ്ങനൊരു കർവ് ഉണ്ട്. ഈ കർവിനെ ഞാൻ y is equal to f of x എന്ന് വിളിച്ചു. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കും. എ തൊട്ട് ബി വരെയുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് ഈ കർവിന്റെ അണ്ടർ, എ തൊട്ട് ബി വരെ ഈ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. അതായത് എ ടു ബി, ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. അപ്പൊ ഏരിയ അണ്ടർ, ഈ ഒരു ഏരിയ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആണ് ഈ ഒരു ഏരിയ കിട്ടാനായിട്ട്. ഈ ഒരു ഏരിയ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. നമ്മൾ എന്ത് ചെയ്യുക? ഡെഫിനറ്റ് ഇന്റഗ്രൽ എടുക്കുക. എ തൊട്ട് ബി വരെ ഇന്റഗ്രൽ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അപ്പൊ ഇനിയിപ്പം ഈ കർവ് ഇങ്ങനെ വരുന്നതിന് പകരം ഈ കർവ് ഇങ്ങനെ ആയിരുന്നെങ്കിലോ? സി ഇപ്പൊ ഇങ്ങനെ ആയിരുന്നു എന്ന് വിചാരിക്കും. നമുക്ക് y ആക്സിസിൽ 2 പോയിന്റ്സ് എടുക്കുന്ന പോലെ കർവ് വരാം അല്ലെ. കർവ് ഇങ്ങനെ വരാം. ഇങ്ങനെയാണ് കർവ് എന്ന് വിചാരിക്കാം. നമ്മുടെ കർവ് ഇങ്ങനെയാണ്. ഞാൻ ഇവിടെ 2 പോയിന്റ്സ് എടുത്തു. ഇപ്പം സി ബി എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് എടുത്തു. ദിസ് ഇസ് ബി പോയിന്റ് ആൻഡ് ദിസ് ഇസ് സി പോയിന്റ്. അപ്പൊ ഇതിന്റെ ഈ കർവ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ, ഈ കർവിന്റെ അടിയിലുള്ള ഏരിയ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിനെ എഫ് ഓഫ്, ഇത് എക്സിന്റെ ഫംഗ്ഷൻ അല്ല അല്ലെ, ഇത് എന്തിന്റെ ഫംഗ്ഷനാണ്? വൈയുടെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിനെ എനിക്ക് ജി ഓഫ് വൈ എന്നങ്ങാനും ഈ കർവിനെ ഞാൻ ജി ഓഫ് വൈ എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ഏരിയ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് വരും? ആക്ച്വലി ഓഡിബിൾ അല്ലേ? ഓക്കെ. Area is equal to എന്ത് വരും? C to D. Area is equal to C to D G of Y dy എന്ന് വരും. സോ ഇതൊന്ന് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഏരിയ അണ്ടർ ദ കർവ് എന്ന് ചോദിക്കുക. കാരണം എഞ്ചിനീയറിംഗ് മാത്സിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ വലിയ കർവ്സിന്റെ ഇടയിലുള്ള ഏരിയ ഒക്കെ കണ്ടുപിടിക്കുന്ന പോലത്തെ പ്രൂഫ് പോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ ബിടെക് ടൈമിൽ വന്നിരുന്നത്. സോ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ബേസിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏരിയ അണ്ടർ ദ കർവിന് കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഗേറ്റ് പോലത്തെ എക്സാംസിനാണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ അണ്ടർ ദ കർവ് ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ the curve. കർവ് തന്നിട്ടുണ്ട്. കർവ് തന്നിരിക്കുന്നത് എന്താണ്? y is equal to x square എന്ന കർവ് ആണ്. ഫ്രം പോയിന്റും തന്നിട്ടുണ്ട് x is equal to 0 to x is equal to 3. അപ്പൊ 0 to 3യിൽ നിന്ന് നമ്മുടെ y is equal to x. അപ്പൊ കുറച്ച് ബേസിക് ആയിട്ടുള്ള കർവ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത്
y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കർവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കർവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ദിസ് ഇസ് y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കർവ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് പോയിന്റ് 0 തൊട്ട് 3 വരെ ഉള്ളപ്പോ ഈ കർവിന്റെ അടിയിലുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏരിയ കണ്ടുപിടിക്കാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, ഇന്റഗ്രൽ 0 to 3 എക്സ് സ്ക്വയർ ഡി എക്സ്. സിമ്പിൾ ആണ് അല്ലെ. എക്സ് സ്ക്വയറിന് എന്ത് ചെയ്യാം, എക്സ് ക്യൂബ് ബൈ 3 0 to 3. അപ്പൊ 3 ക്യൂബ് ബൈ 3 എന്ന് വരും. ദാറ്റ് ഇസ് 3 സ്ക്വയർ, ദാറ്റ് ഇസ് 9 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി, 9 യൂണിറ്റ്സിന്റെ സ്ക്വയർ ആണ് അല്ലെ. യൂണിറ്റ്സിന്റെ സ്ക്വയർ ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. 9 യൂണിറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് കിട്ടി. അപ്പൊ ഏരിയ അണ്ടർ ദ കർവിൽ ഇതേപോലത്തെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കർവ് വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മുടെ ലിമിറ്റ് എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്, 0 മുതൽ 3 വരെ ആയിരുന്നു അല്ലെ. അപ്പം ഇതേ ലിമിറ്റ് തന്നെ അവർക്ക് -3 to 3 എന്ന് പറഞ്ഞ് കൊടുക്കായിരുന്നു. അപ്പൊ അങ്ങനെയാണ് വരുന്നത് എങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ക്വസ്റ്റ്യൻ എടുത്ത് ഈ ക്വസ്റ്റ്യനിലല്ല വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. നമുക്ക് തന്നിരിക്കുന്ന കർവ് എന്ന് പറയുന്നത് y is equal to x ആണ്. ഓക്കെ, ഫ്രം -4 to 4 ഈ കർവിന്റെ അടിയിലുള്ള ഏരിയ അണ്ടർ ദ കർവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫ് വരയ്ക്കാം. -4 to 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം -4 എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് 4. അപ്പം y is equal to x എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെയാണ് പോവാ അല്ലെ. വൈക്കും എക്സിനും ഒരേ വാല്യൂസ് വരുന്ന കർവ്. ദിസ് ഇസ് ഈക്വൽ ടു y is equal to x. അപ്പം ഇത് -4 ആവുമ്പോഴും ഇത് 4 ആവുമ്പോഴും ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഏരിയ, ഈ ഏരിയ ആണ് നമുക്ക് മെയിൻലി എന്ത് ചെയ്യേണ്ടത്, ഈ ഷെയ്ഡഡ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും. അപ്പൊ നമ്മൾ നേരത്തെ പോലെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾ ഓക്കെ ഏരിയ അണ്ടർ ദ കർവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇന്റഗ്രൽ -4 to 4 എക്സ് ഡി എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും ആൻസർ, ഇവിടെ 0 കിട്ടും അല്ലെ. ഒരിക്കലും ഏരിയ ഒരിക്കലും 0 ആവില്ല. സോ ഇങ്ങനെ 0 കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, അതായത് എന്താ, ഒരു നെഗറ്റീവും പോസിറ്റീവും ഏരിയ അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടോട്ടൽ വാല്യൂ 0 ആയി പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഇന്റർവെല്ലിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി, നമുക്കറിയാം സിമെട്രിക്കൽ ആയിട്ടുള്ള ഏരിയ ആണ്. എന്ത് ചെയ്താൽ മതി, 0 to 4ന്റെ ഏരിയ കണ്ടുപിടിച്ച് 2 ടൈംസ് എടുത്താൽ മതി അല്ലെ. അപ്പൊ ദിസ് ഏരിയ ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഇന്റഗ്രൽ 0 to 4 എക്സ് ഡി എക്സ് എന്ന് കൊടുത്താൽ മതി. 2 ടൈംസ് ഇന്റഗ്രൽ 0 to 4 എക്സ് ഡി എക്സ് എന്ന് എടുത്താൽ മതി. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും, 2 ടൈംസ് എക്സിന്റെ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. 0 to 4 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് പറ്റും, 4 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഇസ് 16 നമുക്ക് എന്ത് ചെയ്തു, ആൻസർ കിട്ടി. 16 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഇതേപോലെ ഈ ഏരിയ അണ്ടർ ദ കർവ് വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, കർവ് വരച്ചു നോക്കുക. കർവ് വരച്ചു നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ട്രയാങ്കിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഏരിയ എടുക്കാം അല്ലെ. ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏരിയ എടുക്കുകയും ചെയ്യാം. പക്ഷെ വേണ്ട, ഇന്റഗ്രേറ്റ് ചെയ്തോ. അപ്പൊ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി, 16 ആൻസർ കിട്ടി. സോ ഈ ഏരിയ അണ്ടർ ദ കർവില് ഇങ്ങനെ മൈനസ് എന്ന് പറയുന്ന ഒരു വാല്യൂ 0 to അല്ലാണ്ട് നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ വാല്യൂ 0 ആയി പോകുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരേണ്ട എന്താണ്, അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഓവർലാപ്പ് വന്നിട്ടാണ് ഇഫക്റ്റീവ്ലി നമുക്ക് 0 വാല്യൂ കാണിക്കുന്നത്. പക്ഷെ ഏരിയ എന്തല്ല, 0 അല്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യാ, അപ്പൊ തന്നെ എന്ത് ചെയ്യാ, ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കാം. ഇനി ഡബിൾ ഇന്റഗ്രേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും, ഏരിയ കണ്ടുപിടിക്കും. എങ്ങനെയാണ് ഏരിയ ബൈ ഡബിൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഏരിയ ബൈ ഡബിൾ ഇന്റഗ്രേഷൻ. ഡബിൾ ഇന്റഗ്രേഷൻ വഴി ഏരിയ കണ്ടുപിടിക്കാൻ നേരത്ത് എങ്ങനെയാണ് ഏരിയയുടെ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏരിയ ബൈ ഡബിൾ ഇന്റഗ്രേഷൻ. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ ഡബിൾ ഇന്റഗ്രേഷൻ വഴി കണ്ടുപിടിക്കാൻ നേരത്തെ എങ്ങനെയാണ് വരാന്ന് വെച്ചാൽ, ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് എന്താ, ഡി എക്സ് ഡി വൈ എന്നെടുത്താൽ മതി. അതായത് നമ്മൾ എന്ത് ചെയ്യാം, എക്സിന്റെ ലിമിറ്റും വൈയുടെ ലിമിറ്റും എന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്യുക. എന്നിട്ട് ഡബിൾ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡി വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ കിട്ടും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ ആയിട്ട് വരെ എക്സാംസിന് ചോദിക്കാറുണ്ട്, ഹൗ ടു ഫൈൻഡ് ദ ഏരിയ ബൈ ഡബിൾ ഇന്റഗ്രേഷൻ. എന്നിട്ട് ഇങ്ങനെ അവർ ഇക്വേഷൻ തരുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ഇവിടെ
ഇടയിൽ ഒരു ഫംഗ്ഷൻ എടുക്കും. ഇവിടെ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 1 into dx dy എന്നാ വരുന്നത് അല്ലെ, ഒന്നുമില്ല ഫംഗ്ഷൻ ഇടയിൽ. അപ്പം ഡബിൾ ഇന്റഗ്രൽ ഓഫ് dx dy അല്ലെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓഫ് 1 into dx dy എന്ന് ഓർത്ത് വെക്കാം. 1 into dx dy. ഓക്കെ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കുറച്ചും കൂടി ക്ലിയർ ആവും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദ ഏരിയ. ഇത് മോസ്റ്റ്ലി എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് റീജിയൻ ബൗണ്ടഡ് ബൈ. ഫൈൻഡ് ദ ഏരിയ ഓഫ് region by double integration. ചിലപ്പോ നമുക്ക് എക്സാമിന് ബൈ ഡബിൾ ഇന്റഗ്രേഷൻ ഒന്നും തരുന്നുണ്ടാവില്ല കേട്ടോ. പക്ഷെ എക്സും വൈയും തരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യണം? ഡബിൾ ഇന്റഗ്രേഷൻ ചെയ്യണം. നമുക്ക് ആ ലോജിക് കത്തണം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ചിലപ്പം എന്താണ്? y square is equal to 4ax. അതേപോലെ തന്നെ എന്താണ്? x square is equal to 4ay എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരിക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ. അപ്പൊ നമുക്ക് മനസ്സിലാവും സിംഗിൾ ഇന്റഗ്രേഷൻ അല്ലാന്ന് എങ്ങനെയാ മനസ്സിലാവുന്നത്? നമുക്ക് പോയിന്റ്സ് ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ രണ്ട് വേരിയബിൾസ് വന്നു, എക്സും വൈയും രണ്ട് വേരിയബിൾസ് വന്നു. അപ്പൊ ഇതിന്റെ ഗ്രാഫ് നമുക്ക് അറിയണം. അതായത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ ഉടൻ നടക്കാനിരിക്കുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ കോഴ്സ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിച്ച റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ്, ലൈവ് ഇന്ററാക്ഷൻസ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവയടങ്ങിയ ഈ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും സമൃദ്ധിയുടെ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. 4ay എന്ന് പറയുമ്പോൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ മഞ്ഞ ഗ്രാഫ് y square is equal to 4ax നെയാണ് ഞാനിപ്പോ വരച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു y square is equal to 4ax ആണത്. y square is equal to 4ax ഞാൻ വരച്ചു. ഇനി x square is equal to 4ay ഞാൻ വരയ്ക്കുകയാണ്. ഇതാണ് this is x square is equal to 4ay ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്താണ്? ഇവരെ എൻക്ലോസ് ചെയ്യുന്ന ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഏരിയ അല്ലെ, ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്. ഈ രണ്ട് കർവ്സിന്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഒരെണ്ണം നമുക്കറിയാം ഒറിജിൻ ആണ് 0, 0. ഇനി അടുത്ത ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം അല്ലെ. ഈ ഒരു പോയിന്റ് എവിടെയാണ്? ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാ നമുക്ക് ഇവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ മതി അല്ലെ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. അപ്പൊ y square is equal to 4ax എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. x square is equal to 4ay എന്നുള്ളതാണ് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ഈ x square is equal to 4ay ആണെങ്കിൽ x is equal to എന്ത് വരും? x is equal to root of 4ay അല്ലെ. root of 4ay that is equal to 2 root ay എന്ന് കിട്ടി. ഈ x നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ y square is equal to എന്ത് വരും? 4a into 2 root ay എന്ന് വന്നു അല്ലെ. y square അങ്ങനെ വന്നു. അപ്പൊ രണ്ട് സൈഡിലും ഞാൻ സ്ക്വയർ ചെയ്യാണെന്ന് വിചാരിക്കാം. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ y raised to 4 is equal to എന്ത് വരും? 64 അല്ലെ. 4 into 2 is 8 വരും. 8ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 64 വരും. എയുടെ സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയർ വരും. റൂട്ട് ay നെ സ്ക്വയർ ചെയ്യുമ്പോൾ ay തന്നെ വരും. അപ്പം y raised to 4 is equal to 64a cube എന്ന് കിട്ടും. ഇൻറ്റു y ഉണ്ട്. അപ്പൊ ഈ y നെ ഇങ്ങോട്ട് y ക്യാൻസൽ ചെയ്യുമ്പോൾ y cube is equal to 64a cube എന്ന് വരും. ആൻഡ് y എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ക്യൂബ് റൂട്ട് എടുത്താൽ അത് രണ്ട്. ആരുടെയാണ്? 64ന്റെ ക്യൂബ് റൂട്ട് എന്താ വരിക? 64ന്റെ ക്യൂബ് റൂട്ട് is equal to 4 ആണ് വരിക. 4 4s are 16. 16 into 4 is 64. 4a എന്ന് വരും.
സി നമ്മൾ ഒരു തവണ ഇത് സോൾവ് ചെയ്തു. ഇനി ഒരിക്കലും നിങ്ങൾ എക്സാമിന് പോയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഓർത്ത് വെക്കാം, രണ്ട് പാരബോളിക് കർവ്സ് വരാണ്. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ഉം x സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay ഉം അവർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ 4a എന്ന് പറയുന്ന പോയിന്റിലാണ് അവര് ഇന്റർസെക്ട് ചെയ്യുന്നത്. സോ നമുക്കിപ്പം നമ്മൾ പഠിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്ക് വാല്യൂ ഇല്ല. ചില ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യും അവര് എക്ക് ഇപ്പൊ 1 2 3 ഒക്കെ പറഞ്ഞ് വാല്യൂ തരും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്കറിയാം 4a എന്നാണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻ ആണ് പഠിക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പൊ 4a ആണ് അവർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ നമുക്ക് എന്തറിയാം, ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് എങ്ങനെയാണ് ഡബിൾ ഇന്റഗ്രൽ ഓഫ് ലിമിറ്റ് നമ്മൾ പറയണം, dx dy എന്നാണ് ഏരിയ വരുന്നത്. ഇനി എക്സിന്റെ ലിമിറ്റും വൈയുടെ ലിമിറ്റും ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യണം. എക്സ് ഇസ് ഈക്വൽ ടു ആൻഡ് വൈ ഇസ് ഈക്വൽ ടു. ഇതാണ് നമ്മളുടെ ഡബിൾ ഇന്റഗ്രലിലെ ആംഗിൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എക്സ് നമ്മൾ എവിടുന്നാ കൺസിഡർ ചെയ്യുന്നത്? എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0 എന്ന് പറയുന്ന പോയിന്റ് മുതൽ 0 എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് എവിടം വരെ 4a എന്ന് പറയുന്ന ഒരു പോയിന്റ് വരെ, ഇങ്ങനെയാണ് നമ്മൾ എക്സ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. 0 തൊട്ട് 4a വരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് നമുക്കറിയാം എന്താണ്, 0 തൊട്ട് 4a വരെയാണ് എക്സിന്റെ ലിമിറ്റ് വരുന്നത്, 0 to 4a. ഇനി വൈയുടെ ലിമിറ്റും 0 to 4a ആണോ വരിക? അല്ല, വൈയുടെ ലിമിറ്റ് എടുക്കുമ്പോഴാണ് എല്ലാവരും തെറ്റിക്കാം. സി, വൈയുടെ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനത്തെ ഒരു സ്ട്രിപ്പാ കൺസിഡർ ചെയ്യാനറിയോ വൈയുടെ ലിമിറ്റ് എടുക്കുന്ന സമയത്ത്. അതായത് നമ്മുടെ കർവ് ഇതായിരുന്നു, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay എന്ന് പറയുന്ന കർവ് ഇതായിരുന്നു. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay എന്ന് പറയുന്ന എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay എന്ന് പറയുന്ന കർവ് ഇസ് ദിസ്. ആൻഡ് നമുക്കറിയാം y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന് പറയുന്ന കർവ്. So this is x square is equal to 4ay എന്ന് പറയുന്ന കർവ് ഇതാണ്. ആൻഡ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന് പറയുന്ന കർവ് ഇതാണ്. നമ്മൾ വൈനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വൈയിൽ ഞാൻ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാണ്. ഇങ്ങനെ ഒരു സ്ട്രിപ്പ് എടുക്കാണ്. വൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അപ്പം ഇതാണ് വൈയുടെ ലോവർ ലിമിറ്റ്, ഇതാണ് വൈയുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലോവർ ലിമിറ്റ് ഇരിക്കുന്നത് ഏതിലാണ്? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay ഇരിക്കുന്നത് അല്ലെ. ലോവർ ലിമിറ്റ് ഇരിക്കുന്നത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay അപ്പൊ അവിടുത്തെ വൈയുടെ വാല്യൂ നമ്മൾ എന്തെടുക്കും? വൈയുടെ വാല്യൂ നമ്മൾ എങ്ങനെ എടുക്കും? y is equal to x square by 4a എന്ന് എടുക്കും. സോ ലോവർ ലിമിറ്റ് നമ്മൾ എങ്ങനെ എഴുതും? x square by 4a എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് എഴുതി? ലോവർ ലിമിറ്റ് എഴുതി. ഇനി അപ്പർ ലിമിറ്റോ? അപ്പർ ലിമിറ്റ് ഇരിക്കുന്നത് ഏത് കർവില? യെല്ലോ കർവില. യെല്ലോ കർവ് ഏതാണ്? y square is equal to 4ax എന്ന് പറയുന്ന കർവിലാണ് നമ്മുടെ അപ്പർ ലിമിറ്റ് വന്നിരിക്കുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് അവർ അപ്പർ ലിമിറ്റ്. അപ്പം എന്താണ്? ഇവിടെയാണ് നമ്മുടെ അപ്പർ ലിമിറ്റ് അല്ലെ. ദിസ് ഇസ് അപ്പർ ലിമിറ്റ്. ഇതാണ് അപ്പർ ലിമിറ്റ് വരുന്നത്. ഇതാണ് ലോവർ ലിമിറ്റ് വരുന്നത്. ലോവർ ലിമിറ്റ് നമ്മൾ എഴുതി എന്താണ്? എക്സ് സ്ക്വയർ ബൈ 4a. അപ്പർ ലിമിറ്റ് എങ്ങനെ വരും? y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ആണ്. അപ്പൊ y ഇസ് ഈക്വൽ ടു എന്ത് വരും? 2√ax എന്ന് വരും അല്ലെ. 2√ax എന്ന് വരും. അപ്പൊ എന്ത് ചെയ്യാം? 2√ax കൊടുക്കാം. 2√ax. ഇനിയിപ്പോ എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അത്രേ ഉള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ ആയി. അപ്പൊ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ആദ്യം നമുക്കറിയാം വൈയുടെ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡബിൾ ഇന്റഗ്രൽ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1 ആണ്. ഇവിടെ ഇഫക്റ്റീവ്ലി ആരാ ഉള്ളത്? 1 ആണ് അല്ലെ. 1 into dx dy എന്നാണ് അല്ലെ. 1 into dx dy എന്നാണ് വരുന്നത്. സോ എന്ത് ചെയ്യാം? y എന്ന് കിട്ടും. അപ്പൊ വൈനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? വൈയില് എക്സ് സ്ക്വയർ ബൈ 4aയും 2√ax കൊടുക്കുക. Then 0 to 4a integrate ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു dx വെച്ച്. അപ്പൊ എന്ത് വരും? This is equal to 2√a. 2√ax upper limit minus x square by 4a lower limit. അതിന് എന്ത് ചെയ്യാം? 0 to 4a ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x വെച്ച് അല്ലെ.
അപ്പം 2√ax. അപ്പൊ 2√a is a constant. √x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? √x ഇന്റഗ്രേറ്റ് ചെയ്യാൻ നേരത്തെ എന്താണ് ആൻസർ? √x is equal to x raised to 1/2 ആണ് വരുന്നത് അല്ലെ. അപ്പം x raised to 1/2 plus 1. x raised to 1/2 plus 1 divided by 1/2 plus 1 is 3/2 എന്നാണ് വരുന്നത്. മൈനസ് x square ഇന്റഗ്രേറ്റ് ചെയ്യാൻ നേരത്തെ 4a by 1/4a is a constant. x square is equal to x cube by 3 എന്ന് 0 to 4a ആണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്ത് വരും? 4/3 into a raised to 1/2 അല്ലെ. √a എന്ന് പറഞ്ഞാൽ which is a raised to 1/2 ആണ്. ഇവിടെ എന്തുണ്ട്? into a raised to 3/2 മൈനസ് x cube by 12a ഉണ്ട് അല്ലെ. മൈനസ് x cube divided by 12a ഉണ്ട് 0 to 4a. നമുക്കറിയാം a raised to 1/2 into a raised to 3/2. a raised to 1/2 into a raised to 3/2 is equal to a raised to 1/2 plus 3/2, which is equal to a raised to 4/2, which is equal to a square. That is 4/3 a square minus x cube by 12a. അല്ലെ, കറക്റ്റ് അല്ലേ? എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇടയിൽ? മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ലല്ലോ ഇടയിൽ. 2√ax into x raised to 3/2 into 3/3. 3 √a into x raised to 3/2. x raised to 3/2. a raised to 3/2 ഞാൻ എഴുതി. ഓക്കെ, x raised to 3/2. a raised to 1/2 into x raised to 3/2. Step 1. Okay. This is equal to x raised to 3/2 or 4/3 into a raised to 1/2 into x raised to 3/2. x raised to 3/2. ഫൈനൽ ആൻസർ എത്രയാണ് വരുന്നത് നിങ്ങൾക്ക്? x cube by 16a square by 3. യെസ് 16. അപ്പൊ എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ്, ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് 16a square by 3. ഈ ഒരു വാല്യൂ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. അതായത് നമ്മുടെ y is equal to y square is equal to 4x. ഇങ്ങനെയായിരിക്കും മോസ്റ്റ്ലി ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും കണ്ടിട്ടുണ്ട്. y square is equal to 4ax ഉം x square is equal to 4by ഉം ഇവര് എൻക്ലോസ് ചെയ്യുന്ന ഇവരുടെ ഇടയിലുള്ള കർവിന്റെ ഏരിയ എന്ന് പറയുന്നത് 16/3 AB യൂണിറ്റ് സ്ക്വയർ ആണ്. ഓക്കെ, 16/3 AB ആണ്. ഇവിടെ എയും ബിയും സെയിം ആയതുകൊണ്ട് 16/3 a സ്ക്വയർ എന്ന് വന്നു. അല്ലെങ്കിൽ എന്താണ് 16ab/3 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യന്റെ ജനറൽ ഫോർമാറ്റിലായിരിക്കും. നിങ്ങൾക്ക് ഇപ്പം y square is equal to 4x ആണ്. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കാം. y square is equal to 4x and x square is equal to 4y എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തന്നു. അപ്പൊ നമുക്കറിയാം ഇവരുടെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഏരിയ എന്താണ്? 16ab/3 ആണ് അല്ലെ. എയും ബിയും ഡിഫറെന്റ് ആവാം, സെയിമും ആവാം. അപ്പൊ നമുക്ക് ഈ ab/3 എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പൊ നമുക്കറിയാം ഇവിടെ എയുടെ വാല്യൂ എന്താണ്? രണ്ടിനും എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്. സോ 16/3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും ടൈം എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. സോ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ഇന്റഗ്രൽ വെച്ച് ഏരിയ ചെയ്യാൻ നേരത്ത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാരബോളയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സപ്പോസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സും എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈയും വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെ? y square is equal to x എന്ന് പറയാൻ നേരത്ത് 4 ഇല്ല. നമ്മുടെ 4ax എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ബേസിക് ഫോർമുല
ആലാണ് നമുക്ക് ഈ ഒരു 16/3 AB എന്നുള്ള രീതിയിൽ വരിക. ഡബിൾ ഇന്റഗ്രൽ എന്നൊന്നും കോംപ്ലിക്കേറ്റഡ് ഏരിയ പ്രോബ്ലംസ് ചോദിക്കില്ല എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. നിങ്ങൾ എന്തായാലും നിങ്ങളിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തോ. ബിക്കോസ് ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ഡബിൾ ഇന്റഗ്രൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ സിലബസ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇവാലുവേഷൻ ഓഫ് ഏരിയ യൂസിങ് ഡബിൾ ഇന്റഗ്രൽസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഏരിയ യൂസിങ് ഡെഫിനറ്റ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞിട്ട് വോളിയം കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല. അത് ട്രിപ്പിൾ ഇന്റഗ്രൽസിലാണ് വരുന്നത്. അപ്പം വോളിയം ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് അത് സിലബസിൽ ഇല്ലല്ലോ, ഔട്ട് ഓഫ് സിലബസ് അല്ലേ. നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽസ് പഠിക്കാം നെക്സ്റ്റ്. ട്രിപ്പിൾ ഇന്റഗ്രൽസിലേക്ക് വരാൻ നേരത്ത് സിമ്പിൾ നമ്മുടെ ഡബിൾ ഇന്റഗ്രൽ ഒക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ എന്താണ് ട്രിപ്പിൾ ഇന്റഗ്രൽ വരാണ്. ട്രിപ്പിൾ ഇന്റഗ്രേഷൻ. ട്രിപ്പിൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 3 തവണ ഇന്റഗ്രേറ്റ് ചെയ്യണം. 3 വേരിയബിൾസ് ഉണ്ടാവും. ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ആരാണ് എക്സ്, ആരാണ് വൈ, ആരാണ് സെഡ് എന്ന് പറഞ്ഞ ലിമിറ്റ് തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ തന്നിരിക്കുന്നത് ആ ഓർഡർ എടുക്കുക. ഡബിൾ ഇന്റഗ്രേഷൻ പോലെ തന്നെ. ഫോർ എക്സാമ്പിൾ ഇന്റഗ്രൽ 0 to 2. ഈ ട്രിപ്പിൾ ഇന്റഗ്രൽ ഒക്കെ മെയിൻലി ക്വസ്റ്റ്യനിൽ തരുന്നത് എന്തിനാ അറിയോ? നമ്മുടെ സമയം കളയാനാണ്. 1 to 3. അപ്പം ഈ ട്രിപ്പിൾ ഇന്റഗ്രൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിലും ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അറിയാലോ ഒരുപാട് സമയം പോകും എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആദ്യമേ ചാടിക്കയറി ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഒരുപാട് സമയം പോകുന്ന ഒരു ഏരിയ ആണ് ട്രിപ്പിൾ ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. കാരണം 3 തവണ ഇന്റഗ്രേറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് ഒക്കെ ഇട്ട് വാല്യൂവും കണ്ടുപിടിക്കണം. സോ അവസാനം നമ്മളുടെ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന് ശേഷം ട്രിപ്പിൾ ഇന്റഗ്രേഷനിലേക്ക് വരാനേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് നമുക്കറിയാം നമുക്കിപ്പം വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ട്രിപ്പിൾ ഇന്റഗ്രൽസ് കാണുമ്പോൾ അത് ചാടിക്കറി അത് ചെയ്യാണ്ട് ലാസ്റ്റ് നിങ്ങൾ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം ട്രിപ്പിൾ ഇന്റഗ്രൽസിലേക്ക് വരിക. മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം ഈസിയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഫുൾ ചെയ്യുക, അതിനുശേഷം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് വരിക. ഓർഡറിലൊന്നും വായിച്ച് ചെയ്തു പോരുത്, സമയം മൊത്തം പോകും. കാരണം ചിലപ്പോൾ ലാസ്റ്റിലേക്കായിരിക്കും ഒരുപാട് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജസ്റ്റ് കാണുമ്പോൾ തന്നെ ആൻസർ വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. സോ എപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഈ ഇന്റഗ്രേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ എന്ത് ചെയ്യുക, ലാസ്റ്റിലേക്ക് വെക്കുക. നമ്മളൊരു ടോപ്പിക്കും കൂടി പഠിക്കും, ലോക്കൽ അപ്രോക്സിമേഷൻ എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ടോപ്പിക് ആണ്. അപ്പൊ അതൊക്കെ സിലബസിൽ ഉള്ളതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ്. ബിക്കോസ് നമ്മളുടെ ബിടെക് മാത്സിന്റെ സിലബസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ ലോക്കൽ അപ്രോക്സിമേഷൻ ഒക്കെ നമ്മൾ എഴുതി ചെയ്യുമ്പോൾ സ്റ്റെപ്പിന് മാത്രമുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ PSC അത് ചോദിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യുക, ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ചെയ്യുക, ടൈം കളയാതിരിക്കുക. മാത്സിന് മെയിൻലി ടൈമാണ്. സോ ട്രിപ്പിൾ ഇന്റഗ്രൽ വരുമ്പോൾ നമ്മുടെ ഓർഡർ ഇമ്പോർട്ടന്റ് ആയി. ഇപ്പൊ നമുക്ക് അറിയില്ല ഇത് എക്സിന്റെ ആണോ വൈയുടെ ആണോ സെഡിന്റെ ആണോ എന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ തന്നിരിക്കുന്ന ഓർഡർ എടുക്കുക. ആദ്യം സെഡ് വെച്ച് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യുക, വൈ വെച്ച് ചെയ്യാം, പിന്നെ എക്സ് വെച്ച് ചെയ്യാം. നമ്മുടെ ഇന്നർ ബോക്സ് ഔട്ടർ ബോക്സ് റൂള് പോലെ തന്നെ ആദ്യം ഈ ഒരു ഇന്റഗ്രൽ എന്ത് ചെയ്യാം, ഉള്ളിലുള്ള ഇന്റഗ്രൽ ചെയ്യാം. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് ഞാനൊരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ദെൻ dz dy dx എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഇതിനെ ചെയ്യേണ്ടത്? ആദ്യം ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെ? ആദ്യം ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഉള്ളിലുള്ള ആളെ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്നിട്ട് ആ കിട്ടിയ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡിവൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം, dx വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ഓർഡർ പോകുന്നത്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ആദ്യം നമ്മൾ dz വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പം z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സും വൈ സ്ക്വയറും കോൺസ്റ്റന്റ് ആണ്. എക്സ് ഇൻറ്റു വൈ സ്ക്വയർ, സെഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z സ്ക്വയർ ബൈ 2. എത്രയാണ് ലിമിറ്റ്? 1ന്റെയും 2ന്റെയും ഇടയ്ക്ക്. 1 to 2 ആണ്. ഇവിടെ 2 ഡബിൾ ഇന്റഗ്രൽ പുറത്തുണ്ട്. പിന്നെ ആരുണ്ട്? ഡിവൈയും dxഉം പുറത്തുണ്ട്. ഇവിടെ 0 to 2 ആണ്. ഇവിടെ 1 to 3 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ഇത് ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ഇസ് പ്യൂർലി ബേസ്ഡ് ഓൺ നമ്മൾ എത്ര ശ്രദ്ധയിൽ എത്ര വേഗത്തിൽ ആൻസർ ചെയ്യുന്നുണ്ട്, തെറ്റിക്കുന്നില്ല എന്നുള്ളത് ബേസ്ഡ് ആണ്. ഇനി എക്സ് വൈ സ്ക്വയർ z സ്ക്വയർ ബൈ 2 നമ്മൾ എന്ത് ചെയ്യാം, എക്സ് വൈ സ്ക്വയർ ബൈ 2 ഇവിടെ കിടക്കട്ടെ. z സ്ക്വയറിന് നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. z സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, 2 സ്ക്വയർ മൈനസ് 1 എന്ന് വരും, അല്ലെ? അപ്പൊ അതെന്താ വരുന്നത്? രണ്ട് ഇന്റഗ്രലും dy dx ഉണ്ട്. എന്ത് വരും? 2 സ്ക്വയർ ഇസ് 4, 4 മൈനസ് 1 ഇസ് 3. അപ്പം 3/2 എക്സ് വൈ സ്ക്വയർ എന്ന് വന്നു.
അല്ലെ 3/2 xy² dydx ഡബിൾ ഇന്റഗ്രൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി ചെയ്യാം. എങ്ങനെയാണ്? ഡബിൾ ഇന്റഗ്രൽ ഓഫ് 0 to 2. അടുത്തത് നമുക്ക് എങ്ങനെ ഇന്റഗ്രൽ ഓഫ് 0 to 2 ഇവിടെ എഴുതാം? 1 to 3 xy² divided by 2 into 3 അല്ലെ 3/2 xy² dydx എന്നാണ് വരുന്നത്. അപ്പൊ ഇനി y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x/2 is a constant. y² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y³ 3 എന്ന് കിട്ടും. എങ്ങനെ? 0 to 3 ലിമിറ്റ് ഇടുന്നു. ഇന്റഗ്രൽ 0 to 2 dx വന്നു. അപ്പൊ എന്താ ചെയ്യാ? 3യും 3യും പോയി. അപ്പൊ എന്താ വരാ? x/3 നമ്മള് ലിമിറ്റ് കൊടുക്കണം. x/2 ഇവിടെ ഉണ്ട്, x/2 ഉണ്ട്. y³ എന്തിട്ട് കൊടുത്തു? 3³ ഇട്ട് കൊടുത്തു അല്ലെ. 3³ is equal to 27. അപ്പൊ 1 to 3 ആണ് അല്ലെ, നോട്ട് 0 to 3, 1 to 3 ആണ്. 27 ആണ് 3³ 3³ minus 1 എന്ന് വരും. ഇന്റഗ്രൽ 0 to 2 dx എന്ന് വരും. So 27 minus 1 is 26x/2. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക 0 to 2 dx വെച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യാം? 26/2 എന്ന് പറയുമ്പോൾ 13 ആണ്. 13 ആ വരുന്നത്. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 എന്ന് വരും. 0 to 2 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും? 13/2 into x² 2 ഇട്ട് കൊടുക്കാം. അപ്പൊ 2² 4 വരും. അപ്പൊ 13 into 2 is 26 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. 26 കണ്ടോ? ആൻസർ ഈസി ആയിട്ട് കിട്ടും. പക്ഷെ നമ്മുടെ കുറച്ച് സമയം അവിടെ എന്തായാലും ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 1-2 മിനിറ്റ് എടുത്തു. എക്സാം ഇപ്പൊ നമ്മൾ വളരെ ചില്ലായിട്ടിരുന്ന് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് ഒന്നും ഇടുമ്പോ തെറ്റിക്കത്തില്ല. നമ്മൾ ഫുൾ കൂൾ ആയിരിക്കും. എക്സാം ഹാളിൽ പോയിട്ട് നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ബേസിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇവിടെയും തെറ്റിക്കും. പിന്നെ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നതിലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് അപ്പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ തെറ്റും. അപ്പൊ ട്രിപ്പിൾ ഇന്റഗ്രേഷൻ മെയിൻലി ഇപ്പൊ ഗേറ്റ്സിനാണെങ്കിലും ബേസിക് ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻസ് അവർ ഇടുന്നത് നമ്മളുടെ സമയം കളയാനും അവിടെ നിന്ന് നമ്മുടെ ടൈം പോവാനുമാണ്. അപ്പൊ അത് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും ഇതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തത് ചെയ്യാം. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് 0 to a മിക്കവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 0 to a, 0 to x, 0 to y, x, y, z, dz, dy, dx. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും എങ്ങനെ തെറ്റിക്കാന്ന് വെച്ചാൽ XY എന്നൊക്കെ കാണുമ്പോൾ കുറെ പേര് പോയിട്ട് ഇത് എക്സിന്റെ ലിമിറ്റ് ആയിട്ടും ഇത് വൈയുടെ ലിമിറ്റ് ആയിട്ടൊക്കെ എടുക്കും. ഇല്ല, ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യാത്തിടത്തോളം കാലം, അതായത് x is equal to, y is equal to, z is equal to എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? അസ്യൂം ചെയ്ത് ഇത് ഇവരുടെ ലിമിറ്റ് ആണ് എന്ന് എടുക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? തന്നിരിക്കുന്ന ഓർഡർ നോക്കാം. തന്നിരിക്കുന്ന ഓർഡർ ഏതാണ്? dz ആണ് ആദ്യം, അത് കഴിഞ്ഞ് dy, അത് കഴിഞ്ഞ് dx. അപ്പൊ അത് വെച്ച് നമുക്ക് ഇത് ആരുടെ ലിമിറ്റ് ആണെന്ന് പറയാം അല്ലെ. dz ആദ്യം തന്നിരിക്കുന്നതുകൊണ്ട് ഇത് z ന്റെ ആണ്. പിന്നെ അത് കഴിഞ്ഞ് dy ആണ്, അപ്പൊ ഇത് y യുടെ ആണ്. അപ്പൊ ഇത് ആരുടെയാണ്? x ന്റെ ആണ്. x, y, z എന്നുള്ള ഓർഡറിലാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചുമ്മാ അസ്യൂം ചെയ്ത് എടുക്കാൻ പാടില്ല. അൺടിൽ ആൻഡ് അൺലെസ് x is equal to തന്നിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്ന ഓർഡറിൽ അല്ലെ നമ്മൾ ഇങ്ങനെ എടുക്കുക, അല്ലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരിക. ആദ്യം ഇവനെ ഓപ്പൺ ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത ആൾ, അത് കഴിഞ്ഞ് അടുത്ത ആൾ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം വിത്ത് റെസ്പെക്ട് ടു z നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പം എക്സും വൈയും കോൺസ്റ്റന്റ് ആണ്. സെഡിനെ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z²/2 എന്ന് വരും. 0 to y ആണ് വരുന്നത്. 0 to y ആണ് വരുന്നത്. രണ്ട് ഇന്റഗ്രൽ പുറത്തുണ്ട്. ദെൻ dy dx എന്ന് വരും അല്ലെ. അപ്പൊ y നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്ത് xy/2 വരും, ഇൻറ്റു y² വരും. അപ്പം രണ്ട് ഇന്റഗ്രൽ പുറത്തുണ്ട്. dy dx that is equal to xy³/2 xy³/2 ഇന്റഗ്രൽ 0 to a യും ഇന്റഗ്രൽ 0 to x ഉം ആണ്. then dy dx. സോ ഇനി y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം.
അപ്പൊ എന്താണ് എക്സ് കോൺസ്റ്റന്റ് ആണ്, x/2 കോൺസ്റ്റന്റ് ആണ്, y³ എന്ന് പറയുമ്പോൾ y⁴/4 വന്നു, 0 to x ആണ് വന്നത്, ഇന്റഗ്രൽ 0 to a പുറത്തുണ്ട്, dx ചെയ്യാം. സോ എന്ത് വരും, x/8 അങ്ങനെ എടുക്കുക, y⁴ എന്ന് വരും, x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം x⁴ വരും. x into x⁴ is x⁵ വരും. Integral 0 to a dx ഉണ്ട്. So that is equal to x⁻⁶/8 into 6, 6 8s are 48 എന്ന് വരും. എന്താണ് 0 to a കൊടുക്കാം. Therefore a⁻⁶/48 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. a⁻⁶/48. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനും എക്സാമിന് ചോദിച്ചിട്ട് നമ്മൾ ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സ്പീച്ചർ കാണുമ്പോൾ എല്ലാവരും പേടിക്കും. ഈ എക്സും വൈയും സെഡും അല്ലാണ്ട് വേരിയബിൾസ് മാറുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എക്സും വൈയും സെഡും പകരം ചിലപ്പോൾ തീറ്റയും ഫൈയും അതും ഇതൊക്കെ ഇട്ടിട്ട് വേരിയബിൾസിനെ മാറ്റും. അത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ r² into sin theta dr d theta d⁵. കാരണം പെട്ടെന്ന് നമ്മൾ തീറ്റ കാണുമ്പോൾ നമ്മൾ അയ്യോ നമുക്ക് XYZ അല്ല, ഒന്നുമില്ല. dr എന്ന് പറയുമ്പോൾ ഇതിനെ വെച്ച് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇതിനെ വെച്ച് രണ്ടാമത് ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇതിനെ വെച്ച് മൂന്നാമത് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ എന്ത് ചെയ്യാം, ആദ്യം ആറിനെ വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് ആറിന്റെ ആണ്, ഇത് തീറ്റയുടെ ആണ്, ഇത് ഫൈയുടെ ആണ് അല്ലെ. അപ്പൊ ആദ്യം ആറിനെ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കണം. അപ്പൊ സൈൻ തീറ്റ ഇൻറ്റു r² ഇന്റഗ്രൽ എന്ത് വരും, r³ 3 എന്ന് വരും. എന്നിട്ട് എന്താ ലിമിറ്റ് കൊണ്ടുവരുന്നത്, 0 to 1 നമ്മൾ ലിമിറ്റ് കൊടുക്കാം. സോ അതെന്ത് വരും, ഇന്റഗ്രലിന് പുറത്തുണ്ട് d⁵. അപ്പൊ ഇതിന് എന്താ ആൻസർ വരുന്നത്, r³ നമ്മൾ 1 കൊടുക്കും. അപ്പം സൈൻ തീറ്റ ബൈ 3ക്ക് ഒരു ഡബിൾ ഇന്റഗ്രൽ ചെയ്യണം അല്ലെ. ഡബിൾ ഇന്റഗ്രൽ ഓഫ് d⁵ d⁵ ആണ് വരുന്നത്. സോ നമുക്ക് ചെയ്യാം, ഇത് 0 to π-യും ഇത് 0 to π/2 ആണ് വരുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ് ചെയ്യുന്നത്. അപ്പൊ 1/3 is a constant. സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ എന്താണ്, മൈനസ് കോസ് തീറ്റ ആണ് അല്ലെ. സൈൻ തീറ്റയുടെ മൈനസ് കോസ് തീറ്റ ആണ് വരുന്നത്. ഏതാണ് ലിമിറ്റ്, 0 to π/2 ലിമിറ്റ് ഇട്ടിരിക്കുന്നു. പുറത്തൊരു ഇന്റഗ്രൽ ഉണ്ട് 0 to π വിത്ത് റെസ്പെക്ട് ടു d⁵ വെച്ചിട്ട് അല്ലെ. അപ്പൊ π/2 cos π/2 cos 90 0 ആണ്, cos 0 is 1 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും, ഒരു 1/3 എന്ന് കിട്ടും അല്ലെ. -0 -1 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3. 1/3 നമുക്ക് എന്ത് ചെയ്യണം, ഇന്റഗ്രൽ 1/3 is a constant, 0 to π d⁵ ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് വരും, 5 വരും. d⁵ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5 ആണ് വരുന്നത്. സോ 1/3 into 5 വരും. 5 എങ്ങനെയാണ്, 0 to π. സോ ആൻസർ എന്ത് വരും, π/3 എന്ന് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. π/3 ആണ് നമുക്ക് ആൻസർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞ് നമുക്ക് വേറൊരു ടോപ്പിക് വയ്ക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതും ഒരു ട്രിപ്പിൾ ഇന്റഗ്രലിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 0 to integral 0 to x, integral 0 to x plus 5 e raised to x plus 5 plus z. ട്രിപ്പിൾ ഇന്റഗ്രൽ ക്വസ്റ്റ്യൻസിന് പ്രത്യേകം എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മളൊന്ന് അറിഞ്ഞേക്കാം. പക്ഷെ ആൻസർ വളരെ സിമ്പിൾ ആയിരിക്കും. നമ്മുടെ സമയം കളയുക എന്നുള്ളൊരു മോട്ടീവിലാണ് ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തോരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ പോകുന്നത് നമുക്ക് ആൻസർ. അപ്പം എങ്ങനെയാണ് ഓർഡർ നോക്കിക്കേ, ആദ്യം z വെച്ച് ചെയ്യാം, അതിനുശേഷം y വെച്ച് ചെയ്യാം, അതിനുശേഷം x വെച്ച് ചെയ്യാം. അപ്പം ഇത് z-ന്റെ ആണ്, ഇത് y-യുടെ ആണ്, ഇത് x z അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം z വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. z വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് വരും, e raised to x ന്റെ ഇന്റഗ്രൽ e raised to x തന്നെ അല്ലെ. e raised to x plus y plus z
തന്നെയാണ് വരുന്നത്. അതിന് എന്ത് ചെയ്യണം? ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് എത്രയാണ്? 0 to x plus 5 ലിമിറ്റ് കൊടുത്തു. ഫ്രണ്ടിൽ 2 ഇന്റഗ്രൽസ് കിടക്കുന്നുണ്ട്. ഒരെണ്ണം ഇവിടെ 2 0 ഒരെണ്ണം 0 dy dx. ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് e raised to. നമ്മളിവിടെ ആരാണ്? സെഡിന് പകരമാണ് എക്സ് പ്ലസ് വൈ. സി അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. സെഡിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ് പ്ലസ് വൈ ഇടുന്നത് അല്ലെ. അപ്പം ഇ റേസ് ടു എക്സ് പ്ലസ് വൈ അങ്ങനെ തന്നെ കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? സെഡിന് പകരം നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? സെഡിന് പകരം നമ്മൾ എക്സ് പ്ലസ് വൈ ഇട്ടു കൊടുത്തു. സെഡിനെ മാറ്റിയിട്ടാണ് നമ്മൾ എക്സ് പ്ലസ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കൊടുത്തു. അപ്പൊ അപ്പർ ലിമിറ്റ് ആയി. ഇനി ലോവർ ലിമിറ്റ് എന്താണ്? ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ഉണ്ട്. സെഡിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 0 കൊടുത്തു. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ പുറത്ത് 2 ഇന്റഗ്രൽസ് കിടക്കുന്നുണ്ട്. ഇവിടെ dy dx കിടക്കുന്നുണ്ട് അല്ലെ. ഇനി എന്ത് ചെയ്യാ? ഇത് നോക്കിക്കേ, ഇത് എങ്ങനെയാ വരാ? ഇ റേസ് ടു എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ. അപ്പൊ ഇ റേസ് ടു 2 ടൈംസ് എക്സ് പ്ലസ് വൈ അല്ലെ. 2x plus 2y ഇ റേസ് ടു 2 ടൈംസ് എക്സ് പ്ലസ് വൈ മൈനസ് ഇ റേസ് ടു എക്സ് പ്ലസ് വൈ. ഓക്കെ. ഇനി എന്ത് ചെയ്യാ? ഇതിന് 2 ഇന്റഗ്രൽസ് കൊടുക്കാം. dy dx. ഇനി ഇതിനെ y വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. ഇതിനെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാനകത്ത് എന്ത് വരും? ഇ റേസ് ടു 2 ടൈംസ് എക്സ് പ്ലസ് വൈനെ നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ലിമിറ്റ് എന്തായിരുന്നു? ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0 to x അല്ലായിരുന്നു. 0 to x, ഇവിടെ log a ആയി. നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് ഇ റേസ് ടു 2 ടൈംസ് എക്സ് പ്ലസ് വൈ അല്ലെ. ഇ റേസ് ടു എക്സിന്റെ ആണ് ഇന്റഗ്രൽ. ഇ റേസ് ടു എക്സ് ആണ്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഇവിടെ 2 ടൈംസ് എക്സ് പ്ലസ് വൈനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2y എന്ന് കിട്ടും അല്ലെ. 2y 2 ടൈംസ് എക്സ് പ്ലസ് വൈയില് നമ്മൾ എന്താ ചെയ്യാം? 2 ടൈംസ് എക്സിന്റെ ഇന്റഗ്രൽ 0 ആണ്. വൈയുടെ ഇന്റഗ്രൽ 1 ആണ് അല്ലെ. അപ്പൊ ബൈ 2 എന്ന് കിട്ടും. മൈനസ് ഇവിടെ ഇ റേസ് ടു എക്സ് പ്ലസ് വൈയുടെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ വൈയുടെ ഇന്റഗ്രൽ 1 ആണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 0 to a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. 0 to a സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. പുറത്തൊരു ഇന്റഗ്രൽ ഓൾറെഡി ഉണ്ട്. ഇന്റഗ്രൽ 0 to a ഇവിടെ dx. സിമ്പിൾ അല്ലേ? 0 to a അല്ലെ 0 to x. 0 to x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആർക്ക് പകരമാണ് നമ്മൾ ഇവിടെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്? വൈയുടെ പകരമാണ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഈ ക്വസ്റ്റൻ എല്ലാവരും തെറ്റിക്കുക. കാരണം ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു ചിൽ മോഡിലല്ല നമ്മൾ എക്സാം എഴുതാനിരിക്കുക. എക്സാം എഴുതാനിരിക്കുമ്പോൾ നമ്മൾ 1 + 2 3 ആണെന്ന് വരെ തെറ്റിക്കുന്ന പോലത്തെ ഒരു കോൺഫിഡൻസ് ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ എക്സ് ആണോ വൈ ആണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, വൈക്ക് പകരം നമ്മൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇ റേസ് ടു 2 ടൈംസ് എക്സ് പ്ലസ് എക്സ് അല്ലെ. അപ്പൊ 2 into 2x that is e raised to 4x divided by 2 മൈനസ് e raised to x plus x e raised to 2x. ഇനി 0 ഇട്ട് കൊടുക്കണം അല്ലെ. 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇത് മൈനസ് ഇതേ മൈനസ് എന്ത് വരും? 0 ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ. അപ്പൊ e raised to 2 ടൈംസ് x that is e raised to 2x plus 0. അപ്പൊ 2x തന്നെ വരും. അപ്പൊ e raised to 2x by 2 വരും. മൈനസ് ഇ റേസ് ടു എക്സ് എന്നാണ്. ഓക്കെ. ഇനി ഇവിടെ ചെയ്തോ. ഇതിന് നമുക്ക് ഇവിടെ പുറത്തൊരു ഇന്റഗ്രൽ ഉണ്ട്. 0 to log a ഉണ്ട്. dx ഉണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുവാണെങ്കിൽ എന്ത് വരും? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുവാണെങ്കിൽ ഇ റേസ് ടു 4x by 2 മൈനസ് ഇ റേസ് ടു 2x. ഈ മൈനസ് അപ്പുറത്തേക്ക് എടുത്താൽ മൈനസ് ഇ റേസ് ടു 2x by 2. ഈ മൈനസ് ഉള്ളിലേക്ക് വരുന്ന പ്ലസ് ഇ റേസ് ടു എക്സ് അല്ലെ. ഇങ്ങനെ വന്നു. dx ഇന്റഗ്രലും ഉണ്ട്. ഇനി ഇതാ ഇവിടെ ഞാൻ ഇതിന് നമുക്ക് ഒന്നിച്ച് എഴുതാലോ. ഇ റേസ് ടു 4x by 2 മൈനസ് ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു 2x by 2 എന്നും വന്നു. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിനോമിനേറ്റർ സെയിം ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പൊ മൈനസ് 2 ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു 2x എന്ന് മൈനസ് 3 ഇ റേസ് ടു 2x by 2 എന്ന് വന്നു അല്ലെ. ജസ്റ്റ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. പ്ലസ് ഇ റേസ് ടു എക്സ് എന്ന് വന്നു. ഇതിനെ നമ്മൾ ഇന്റഗ്രൽ 0 to log a ചെയ്യാണ് dx വെച്ച്. ഇനി നമുക്ക് ഇവരെ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഇവരെ ഈസി ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇ റേസ് ടു 4x ഇന്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് ഇ റേസ് ടു 4x തന്നെ വരും അല്ലെ. ബൈ 2 ഇവിടെ കിടക്കട്ടെ. 4x by 4 എന്ന് വരും അല്ലെ. by 4 എന്ന് വരും.
3/2 ഇവിടെ ഉണ്ട്. e⁻²x എന്ന് ചെയ്യാൻ നേരത്തെ എന്ത് വരും? e⁻²x എന്ന് തന്നെ വരും. ഒരു /2 വരും. e⁻x എന്ന് ചെയ്യാൻ നേരത്തെ e⁻x തന്നെ വരും. ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 0 to log a ലിമിറ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുക. അതായത് e⁻4 log a എന്ന് പറഞ്ഞാൽ e⁻4 log a എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം? e⁻log a⁻4 എന്ന് എഴുതാം. e⁻log x is equal to a⁻4 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം ഇത് /8 എന്ന് വരും. -3/4 e⁻2 log a പ്ലസ് e⁻log a. ഓക്കെ, തീർന്നോ? ഇല്ല, മൈനസ് ചെയ്യേണ്ട ആൾക്കാരെയും കൂടി എഴുതണം. ഇതിൽ നിന്ന് ഇതേ മൈനസ് 1/8 -3/4 പ്ലസ് 1 ഇതും കൂടി ചെയ്യണം. 1/8 -3/4 പ്ലസ് 1 കൂടെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ചെയ്തു വരുമ്പോ നമുക്ക് ഇവിടെ ആൻസർ വരും. e⁻4 log a നെ നമുക്ക് എങ്ങനെ എഴുതാം? a⁻4 എന്ന് എഴുതാം അല്ലെ? a⁻4 എന്ന് എഴുതാം. ദിസ് ഇസ് a⁻4. അപ്പൊ a⁻4/8 -3/4 ഇൻറ്റു e⁻2 log a എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? e⁻log a സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു a സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ a സ്ക്വയർ പ്ലസ് e⁻log a is a മൈനസ് എന്ത് വരും? 1/8 -3/4 പ്ലസ് 1 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/8 എന്ന് വരും. ദാറ്റ് ഇസ് -3/8. സോ ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. a⁻4/8 -3/4 a സ്ക്വയർ പ്ലസ് a -3/8 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഇത്രേ ഉള്ളൂ. ഇത് ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ഞാൻ പറഞ്ഞല്ലോ, സമയം കളയുക എന്നുള്ള മോട്ടറിലാണ് ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻസ് വരാറ്. സോ അതാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ. ഇനി നമുക്കൊരു ടോപ്പിക്കും കൂടി പഠിച്ചു കഴിഞ്ഞാൽ കാൽക്കുലസ് കംപ്ലീറ്റ് ആയി. ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ പഠിച്ച ടോപ്പിക്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കമ്പയർ ടു നമ്മളുടെ നോർമൽ ഇന്റഗ്രൽസ് അല്ല ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, സിംഗിൾ ഇന്റഗ്രൽസ്, അതേപോലെ തന്നെ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നൊക്കെയാണ് മാക്സിമം കാൽക്കുലസിന് ഒരു മേജർ പോർഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് പറയുന്ന ഈ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻസ് ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറില്ല. പിന്നെ ഈ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻസ് വേണമെങ്കിൽ PSCക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം നമുക്ക് എന്താ പറയാ, കാൽക്കുലേറ്റർ ഇല്ലാത്ത ഒരു എക്സാം ആയതുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ ഈ ഒരു ടോപ്പിക് വന്നിട്ടുമില്ല, ഇതൊന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുമില്ല. പക്ഷെ എന്താണ് നമുക്ക് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻസ് എന്താണെന്ന് നോക്കാം. ബിക്കോസ് സിലബസിന്റെ ലാസ്റ്റ് സെന്റൻസ് അതാണ്. അപ്പൊ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. z is equal to f of x, y എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ലീനിയർ ആയിട്ട്, ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാണ്, ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് കാണിക്കാം. അതായത് ഈ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനെ, ഈ സെഡിന്റെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനെ എനിക്ക് L of x, y എന്ന് പറഞ്ഞ് എഴുതാം. അപ്പം അത് ഈ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു x0 y0 എന്ന് പറയുന്ന പോയിന്റില് എനിക്ക് ആ ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, L of x, y is equal to, ജസ്റ്റ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫംഗ്ഷൻ x0 y0 ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് x0 y0 വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? x minus x0 പ്ലസ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദെൻ x0 y0 വാല്യൂ ഇട്ട് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക? y മൈനസ് y0 ചെയ്യുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷന്റെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടും. ഇപ്പൊ ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി 3 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ ആണെന്ന് എടുക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഫംഗ്ഷൻ ഞാൻ w എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ഇറ്റ്സ് 3 വേരിയബിൾ ഉണ്ട്, എക്സ്, y, z, 3 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അതിന്റെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എഴുതുകയാണെന്ന് വിചാരിക്കുക. L, x, y, z at x0 y0 z0 എന്ന് പറയുന്ന പോയിന്റിൽ x0 y0 z0 ഈ പോയിന്റിൽ നമ്മൾ ആ ഫംഗ്ഷനെ ലീനിയർലി അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതെങ്ങനെയാ ചെയ്യാം? ഒന്നുമില്ല, നേരത്തെ പോലെ തന്നെ എഴുതാം. L of x, y, z നേരത്തെ പോലെ തന്നെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാം? ദാറ്റ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷന് ആദ്യം വാല്യൂ ഇട്ട് കൊടുക്കുക. ഫംഗ്ഷന് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റിന്റെ വാല്യൂ കൊടുക്കുക.
എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഫംഗ്ഷൻ ഇട്ടു. ഇനി എന്ത് ചെയ്യാം, എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ. എന്നിട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് വാല്യൂ ഇട്ട് കൊടുക്കുക. ദെൻ എക്സ് മൈനസ് എക്സ് നോട്ട്. ഇനി രണ്ടാമത്തതോ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്നിട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇട്ട് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യാം, വൈ മൈനസ് വൈ നോട്ട്. ഇനി അടുത്തതോ സെഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്നിട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, സെഡ് മൈനസ് സെഡ് നോട്ട്. ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. ഫൈൻഡ് the local linear approximation. Find the local linear approximation of f of x comma y is equal to root of x square plus y square at point 3,4. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. 3,4 എഫ് ഓഫ് എക്സ് വൈയുടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എത്രയാണ് എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ വരും. അപ്പൊ എന്താ ചെയ്യാൻ, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, എഫ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അറ്റ് എക്സ് കോമ വൈ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടിലുള്ള എഫ് ഓഫ്. പിന്നെ എന്ത് ചെയ്യണം, എഫ് എക്സ് വെച്ച് കണ്ടുപിടിക്കാം. എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് എക്സ് നോട്ടും വൈ നോട്ടും 3, 4 അല്ലെ. അപ്പം എഫ് ഓഫ് 3, 4 ഫംഗ്ഷനിൽ 3ലും 4നും വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും, റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും, 3 സ്ക്വയർ 9 പ്ലസ് 16 പ്ലസ് 25 വരും, റൂട്ട് 25 ദാറ്റ്സ് 5. ഇനി എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. അപ്പൊ റൂട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്ത് 1/2 root of x square plus y square ആണ്. ആൻഡ് റൂട്ട് എക്സ് സ്ക്വയറിനെ മൾട്ടിപ്ലൈ ആണ്, എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഇൻറ്റു 2x എന്ന് വരും. 2 പോയിട്ട് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഇത് എന്ത് ചെയ്യണം, അറ്റ് 3,4 എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3ഉം 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3/root of 3 square plus 4 square എന്ന് പറയുമ്പോൾ that is equal to 3/5 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, എഫ് വൈ കണ്ടുപിടിക്കാം. എഫ് വൈ ഇസ് ഈക്വൽ ടു സെയിം തന്നെയാണല്ലേ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വരിക 1/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും ഇൻറ്റു 2y എന്ന് വരും. സോ y ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. അറ്റ് 3,4 ചെയ്യാൻ നേരത്ത് 4/√25 എന്ന് വരും. ദാറ്റ് ഇസ് 4/5 എന്ന് പറയും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൽ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് വൈ നോട്ട്. അതിന്റെ വാല്യൂ എത്രയാണ്, 5 ആണ് അല്ലെ. 5 പ്ലസ് പിന്നെ അടുത്ത എന്തായിരുന്നു, എഫ് ഓഫ് എക്സിന്റെ എക്സ് നോട്ട് വൈ നോട്ട് 3/5 ആണ്. അപ്പൊ 3/5 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് അല്ലെ. എക്സ് മൈനസ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 3 ആണ്. പ്ലസ് 4/5 ഇൻറ്റു y മൈനസ് 4 എന്ന് കിട്ടും. ഓക്കെ, y മൈനസ് 4 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷന്റെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കുക. ആ ഒരു ഫംഗ്ഷനെ നമ്മൾ എന്താണ്, ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് കാണിച്ചു. ഇനി ഒരു 3 വേരിയബിൾ ഉള്ള ഫംഗ്ഷന്റെയും കൂടി എന്താ പറയാ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഒരു 3 വേരിയബിൾ ക്വസ്റ്റ്യൻ, കാരണം 3 വേരിയബിൾ വന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. സോ 3 വേരിയബിൾ ഫംഗ്ഷന്റെയും കൂടി നമുക്ക് ചെയ്യാം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സമയം പോവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് എനിക്കും ഡൗട്ട് ഉണ്ട്.
സിലബസിലുള്ളത് കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നതേ ഉള്ളൂ. ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ. ഗേറ്റിനൊന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, കാരണം ഗേറ്റിന് കാൽക്കുലേറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഇപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല. അപ്രോക്സിമേഷൻ ടു f of x comma y comma z, which is equal to x plus y divided by y plus z at -1 on 1. 3 വേരിയബിൾസ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എൽ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് എന്ന് പറയുമ്പോഴത്തേക്കും എഫ് ഓഫ് 3 വേരിയബിൾസിന്റെ ഇത് എഴുതണം അല്ലെ. എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, എക്സ് നോട്ട് വൈ നോട്ടിന് പകരം ഇവിടുത്തെ വേരിയബിൾസ് ഇത് ചെയ്യാം. എഫ് ഓഫ് -1 1 1 പ്ലസ് എഫ് എക്സ് ഓഫ് -1 1 1 ഇൻറ്റു എന്ത് ചെയ്യാം എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് -1 1 1 ഇൻറ്റു വൈ മൈനസ് വൈ നോട്ടിന് x minus minus 1 എന്ന് പറയുമ്പോൾ x plus 1 y minus 1 plus fz of -1 1 1 into z minus 1. ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ ഓരോന്നിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. ആദ്യം f of -1 1 1 ചെയ്യാൻ നേരത്തെ എന്താണ് വാല്യൂ വരിക? That is equal to 0 വരും അല്ലെ. -1 plus 1 by 2 എന്ന് വരും. That is 0 എന്ന് വരും. ഇനി എഫ് എക്സ് കണ്ടുപിടിക്കൂ. എഫ് എക്സ് എത്ര വരാം? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്ത് വൈ പ്ലസ് സെഡ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. വൈ പ്ലസ് സെഡിന് ഞാൻ അങ്ങനെ തന്നെ എഴുതി. ദെൻ വേൾഡ് ന്യൂമറേറ്ററിൽ ഒരു എക്സ് പ്ലസ് വൈ ഉണ്ട്. എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്ത് 1 വരും. -1 1 1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരാൻ നേരത്തെ എന്ത് വരും? 1/2 എന്ന് വരും അല്ലെ. ഇനി എഫ് എക്സ് കഴിഞ്ഞു. എഫ് വൈനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്ത് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എന്തുണ്ട്? വൈ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? കോഷ്യൻ റൂൾ യൂസ് ചെയ്യണം. കോഷ്യൻ റൂൾ എങ്ങനെയായിരുന്നു? രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പം എന്തായിരുന്നു? u ബൈ വി എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ d ബൈ ഡി എക്സ് ഓഫ് u ബൈ വി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ minus numerator into derivative of denominator by denominator the whole square എന്നാണ് നമ്മുടെ quotient rule പറയുന്നത് അല്ലെ. അപ്പൊ അതേപോലെ നമ്മൾ ചെയ്യണം. ഡിനോമിനേറ്റർ ആരായിരുന്നു? y plus z ആണ്. ഡിനോമിനേറ്റർ is y plus z. ഡിനോമിനേറ്റർ into derivative of numerator അല്ലെ. വിത്ത് റെസ്പെക്ട് ടു y x plus y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് 1 ആണ് വരുന്നത്. മൈനസ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ x plus y ആണ്. മൈനസ് ന്യൂമറേറ്റർ into derivative of denominator is also 1 by denominator the whole square, that is equal to y plus z the whole square. So that is equal to at -1 1 1 ചെയ്യാൻ നേരത്തെ എന്ത് വരും? 2 minus 0 by 2 square. It is 2 by 4, that is 1 by 2 എന്ന് പറഞ്ഞു. Okay. ഇനി വിത്ത് റെസ്പെക്ട് ടു z നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും? z ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്തെ x പ്ലസ് y ഇസ് എ കോൺസ്റ്റന്റ് അല്ലെ. അപ്പൊ x പ്ലസ് y അങ്ങനെ തന്നെ നിർത്താം. ഡിനോമിനേറ്റർ എന്ത് വരും? ഡിനോമിനേറ്റർ 1 ബൈ x ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? -1 ബൈ x സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും. -1 ബൈ y പ്ലസ് z ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിന് നമ്മൾ എന്താണ്? -1 1 1 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ എന്ത് വരും? x പ്ലസ് y എന്ന് പറയുമ്പോ x plus y ഓൾറെഡി 0 ആവും. സോ എഫ് ഓഫ് z എന്ന് പറയുന്നത് എന്തായി? 0 ആയിട്ട് മാറി. സോ ഇതിന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ലാസ്റ്റ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ വാല്യൂ എന്താ വരിക? എൽ കോമ വൈ കോമ z എന്ന് പറയുന്നത് എന്ത് വരും? 1/2 ഇൻറ്റു എക്സ് പ്ലസ് 1 അതേപോലെ തന്നെ +1/2 ഇൻറ്റു y മൈനസ് 1 വരും. സോ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. x plus y by 2. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. കുറെ സമയം എടുത്തെങ്കിലും നല്ലൊരു ക്വസ്റ്റ്യൻ. കാരണം ഓപ്ഷനിലൊക്കെ അവർക്ക് ടൈപ്പ് ചെയ്തിടാൻ ഈസി ഉള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് x plus y by 2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെയാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെയും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വാല്യൂ ചോദിക്കുകയാണ്. അതായത് അപ്രോക്സിമേറ്റ്
approximate cube root of 1001. ഇങ്ങനെയാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ നമ്മൾ ബിടെക്കിനൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുന്ന വാല്യൂ അല്ല ശരിക്കും നമ്മൾ ആ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുന്ന ആ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. പക്ഷെ നമുക്ക് ബിടെക്കിനൊക്കെ ചെയ്യുമ്പോൾ ആ സ്റ്റെപ്പിനായിരുന്നു ഇമ്പോർട്ടൻറ്റ്. ചുമ്മാ ഇപ്പൊ ഞാൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ വാല്യൂ എഴുതിയാൽ നമുക്ക് ആൻസർ കിട്ടില്ലായിരുന്നു. പക്ഷെ പി എസ് സിക്ക് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ ആ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ പോലെ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിട്ട് എടുക്കും, ഫംഗ്ഷൻ നമ്മൾ എന്തായിട്ട് എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആയിട്ട് എടുക്കും. ഇങ്ങനെ നമ്മൾ ഫംഗ്ഷൻ എടുക്കും. ഇനി ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1001ന്റെ ക്യൂബ് റൂട്ടാണ്. ഇതിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ക്യൂബ് റൂട്ട് ചെയ്ത 1000 ആണ് അല്ലെ. 1000 എന്തിന്റെ ക്യൂബ് റൂട്ട് ആണ്? 1000ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ആണ് അല്ലെ. അപ്പൊ ഞാനിവിടെ നമ്മുടെ ഫംഗ്ഷൻ എക്സ് റേസ് ടു അല്ലെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 1/3 ആണ് എടുക്കുന്നത്. ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഒരു വേരിയബിൾ അല്ലേ ഉള്ളൂ. അതെ, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളേ ഉള്ളൂ. അപ്പൊ എൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം, എഫ് ഓഫ് നമ്മൾ അറ്റ് പോയിന്റ് എയിലാണ് കണ്ടുപിടിക്കുക. അറ്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് എ ഇൻറ്റു എന്ത് ചെയ്യും, എക്സ് മൈനസ് എക്സ് നോട്ട്. എക്സ് മൈനസ് എക്സ് നോട്ടിന് പകരമാണ് നമ്മൾ എന്ന് എടുത്തിരിക്കുന്നത് അല്ലെ, എ എന്നെടുത്തു. അപ്പൊ ഇവിടെ എ എങ്ങനെയാ ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് 101നെ അപ്രോക്സിമേറ്റ് ചെയ്യണം. ഓക്കെ, 101നെ അപ്രോക്സിമേറ്റ് ചെയ്യണം. അപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 101ന്റെ അടുത്തുള്ള പെർഫെക്റ്റ് ക്യൂബ് റൂട്ട് ഏതാണ്, 1000 ആണ് അല്ലെ. എ ആണ് നിയറസ്റ്റ് ക്യൂബ് റൂട്ട്. 101 1000 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ക്യൂബ് റൂട്ട്. അതിന്റെ ക്യൂബ് റൂട്ട് നമുക്ക് എന്ത് കിട്ടും, 1000 ആണെന്ന് കിട്ടും. അപ്പൊ നമ്മൾ എഫ് ഓഫ് എ കണ്ടുപിടിച്ചു. എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എന്ത് വരും, 1000 all raised to 1/3. That is equal to 1000 in the cube root. That is equal to 10 എന്ന് കിട്ടി. ഓക്കെ, ഇനി എഫ് ഡാഷ് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് റേസ് ടു 1/3യുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എക്സ് റേസ് ടു 1/3 മൈനസ് 1. ദാറ്റ് ഇസ് മൈനസ് 2/3. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 എക്സ് റേസ് ടു 2/3 എന്ന് വരും അല്ലെ. ഇനി ഇതിൽ നമ്മൾ എന്ത് കൊടുക്കണം, a is equal to 1000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്തെ എന്ത് വരും, 1/3 ഇൻറ്റു എക്സിന് എന്താ കൊടുക്കുന്നത്, 1000 ആണ്, all raised to 2/3 എന്ന് വരും. അപ്പൊ 1000 all raised to 2/3 നമുക്ക് എങ്ങനെ എഴുതാം, 1000 all raised to 2/3 നമുക്ക് 1000 all raised to 2/3 നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. 1000 raised to 1/3, 1000 all raised to 1/3 കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് സ്ക്വയർ ചെയ്യാം. 1000 all raised to 1/3 10 ആണ്. 10ന്റെ സ്ക്വയർ ആണ്. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 സ്ക്വയർ which is equal to 100 എന്ന് വരും. So this is equal to 1/300 എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ ഫൈനൽ വാല്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 1001 ആ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ആദ്യം നമ്മുടെ ഫസ്റ്റത്തെ വാല്യൂ അല്ലെ. ആദ്യം എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു, എൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു 10 ആണ് വന്നത്. 10 പ്ലസ് 1/300 ടൈംസ് എക്സ് മൈനസ് 1000 എന്ന് വന്നു. അതിന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, x/300 അതേപോലെ തന്നെ എന്ത് ചെയ്യാം, പ്ലസ് 10 മൈനസ് 10/3 വരും അല്ലെ. അപ്പൊ ഇവിടെ ഒരു 3/3 ഒക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x/300 പ്ലസ് 20/3 എന്ന് വരും. ഇനി നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എത്രയായിരുന്നു, 101 ആയിരുന്നു. അപ്പൊ ഈ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, 101 കൊടുക്കണം. ബൈ 300 ചെയ്യാം, പ്ലസ് 20/3 ചെയ്യാം. യു വിൽ ഗെറ്റ് ദ ആൻസർ. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 10.003 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ.
കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇറ്റ് ഇസ് ഭയങ്കര ഹെക്ടിക്. അപ്പൊ ഞാൻ ഇതിന് വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ക്യൂബ് റൂട്ട് ഓഫ് 1001 കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷ്യൽ വെച്ചിട്ടും ഇത് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ എനിക്ക് എങ്ങനെ ഇതാ അറിയോ, അപ്രോക്സിമേറ്റ്ലി നോട്ട് ഈക്വൽ ടു, അപ്രോക്സിമേറ്റ്ലി ദിസ് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 1000 ക്യൂബ് റൂട്ട് പ്ലസ് dy എന്ന് പറയുന്ന ഒരു വാല്യൂവും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ വാല്യൂ കിട്ടും. അപ്രോക്സിമേഷൻ ആണ് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി ദിസ് ഇസ് ഈക്വൽ ടു dy. dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000ൽ നിന്ന് എത്ര എക്സ്ട്രാ വന്നു, 1000ൽ നിന്ന് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള വാല്യൂവിൽ നിന്ന് എത്ര എക്സ്ട്രാ വന്നു. അപ്പൊ ഇവിടുത്തെ dy എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. dy എന്ന് പറയുന്നത് എക്സ്ട്രാ വന്നത് 1 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അല്ല dy അല്ല സോറി, dy എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം. ഡിവൈക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, dy is equal to f dash x into dx. ഓക്കെ, f dash x into dx എന്ന് പറയുന്നതാണ് ഡിയുടെ ഇക്വേഷൻ. നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ തന്നെ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന പോലെ ഇങ്ങനെ ചെയ്തു വന്നാൽ നിങ്ങൾക്ക് ഈ 1001/300 പ്ലസ് 20/3 ചെയ്ത് വരുമ്പോൾ ഈ 10.033 എത്തിക്കാൻ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. പക്ഷെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം എത്തിക്കാനായിട്ട് പറ്റും. അപ്പം 1001ന്റെ ക്യൂബ് റൂട്ട് ആണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഏറ്റവും അടുത്തുള്ള, അതിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ക്യൂബ് റൂട്ട് എടുക്കുക, പ്ലസ് ഒരു വാല്യൂ കൂടി ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. നമുക്കറിയാവേ ഓൾറെഡി നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. 1001ന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 1000 ഉണ്ട്, അപ്പൊ 10നേലും കുറച്ച് കൂടുതൽ നിൽക്കുന്ന വാല്യൂ ആയിരിക്കും. നമുക്കറിയാം 10.5 ഒന്നും എത്തില്ല, അതിൽ താഴെ 10.00 ഏതോ ഒരു വാല്യൂ ആണെന്നൊക്കെയാണ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുക. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ dy നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ് ചെയ്യുക. അപ്പൊ എഫ് ഡാഷ് എക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൊ എന്ത് കൊടുക്കും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 എന്ന് കൊടുക്കും അല്ലെ. അപ്പൊ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 1/3 എക്സ് റേസ് ടു 2/3 എന്നായിരിക്കും. ഇനി ഈ ഡി എക്സ് എന്ന് പറഞ്ഞാലാണ് ഇതിൽ എത്ര എക്സ്ട്രാ നിൽക്കുന്നുണ്ട് അല്ലെ. 101 എന്ന് പറയുമ്പോൾ 1000ൽ നിന്ന് ഒന്ന് കൂടുതലാണ്. ആ ഒന്നാണ് ഇവിടുത്തെ ഡി എക്സ്. തെറ്റിക്കരുത്, ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡി വൈ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഡി വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും, 1/3 എക്സ് റേസ് ടു 2/3 ഇൻറ്റു എന്ത് പറ്റി, ഡി എക്സിന് 1 കൊടുത്തു. ഇനി എക്സിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്, 1000 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ 1/3 ഇൻറ്റു ഇവിടെ 10 വരും അല്ലെ, 10 സ്ക്വയർ ദാറ്റ് ഇസ് 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.003 എന്ന് പറഞ്ഞു. സോ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടി. ക്യൂബ് റൂട്ട് ഓഫ് 1001 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 1000ന്റെ കൂടെ ഒരു 0.003 കൂട്ടിയാൽ മതി. 0.003 കൂട്ടിയാൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 10.003 എന്ന് പറഞ്ഞ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി വരും. ഇപ്പൊ ഉള്ള ഒരു ക്ലൗഡി ഫീലിംഗ് ഒക്കെ മാറും. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി ചോദിക്കാറുണ്ട്, ബിക്കോസ് ഈസി ആണല്ലോ. സ്ക്വയർ റൂട്ട് ഓഫ് 100.5 എന്ന് ചോദിച്ചു. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്കറിയാം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 100 ഉണ്ട് അല്ലെ. 100ന്റെ സ്ക്വയർ റൂട്ട് പ്ലസ് ഒരു ഡി വൈ എന്ന് പറയുന്ന ടേം ഉണ്ട്. ഡി വൈ എങ്ങനെ കണ്ടുപിടിക്കുക, ഡി വൈ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, ഡി എക്സ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. എഫ് ഡാഷ് എക്സ് എന്താ വരിക, ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് എക്സ് ആണ് എഫ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2 റൂട്ട് എക്സ് ആണ്. എക്സ് നമ്മൾ എത്രയായിട്ടാണ് എടുക്കുന്നത്, എക്സ് 100 ആയിട്ടാണ് എടുക്കുന്നത്. എക്സ് ഇസ് 100. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 1/2 റൂട്ട് എക്സ്. എക്സിന് നമ്മൾ എന്ത് കൊടുത്തു, 100 ഇൻറ്റു ഡി എക്സ് എത്രയാ, 0.5 ദാറ്റ് ഇസ് 1/400 എന്ന് കിട്ടി. 1/400 എത്രയാണ്, 0.025 എന്ന് കിട്ടും. 0.025 എന്ന് കിട്ടും. സോ ആൻസർ എന്ത് കിട്ടി, റൂട്ട് ഓഫ് 100.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 അല്ലെ. റൂട്ട് ഓഫ് 100 പ്ലസ് ഡി വൈ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 10 പ്ലസ് 0.025 ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 10.025 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പം
നമ്മുടെ സിലബസിൽ ഈ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് കാൽക്കുലേറ്റർ ഇല്ലാത്ത എക്സാംസിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് ഒക്കെ ചോദിക്കും, ഫോർത്ത് റൂട്ട് ഒക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ ഒരു സെക്കൻഡ് മെത്തേഡ് വെച്ച് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. അതിന്റെ തൊട്ടടുത്ത്, അതായത് ഇപ്പൊ 100.5 ആണെങ്കിൽ നമുക്കറിയാം 100 ആണ് അവിടെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഇതിൽ വരുന്ന ഏറ്റവും അടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്, പിന്നെ ബാക്കിയുള്ളത് എന്താണ് DX ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, ഈസി ആയിട്ട് ആൻസർ കിട്ടും. സോ ഇത്രയാണ് നമ്മളുടെ കാൽക്കുലസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, നല്ലോണം റിവൈസ് ചെയ്യാൻ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ ഉടൻ നടക്കാനിരിക്കുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ കോഴ്സ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിച്ച റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ്, ലൈവ് ഇന്ററാക്ഷൻസ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവയടങ്ങിയ ഈ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും സമൃദ്ധിയുടെ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ.